ഏത് നദിയിലാണ് കുറുവ ദ്വീപ് സ്ഥിതി ചെയ്യുന്നത്? എ. ഭവാനി, ബി. പാമ്പാർ, സി. കബനി, ഡി. കുന്തിപ്പുഴ. ഏത് നദിയിലാണ് കുറുവ ദ്വീപ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം സി. കബനി. തിരുവിതാംകൂറിൽ അലോപ്പതി ചികിത്സാ സമ്പ്രദായം ആരംഭിച്ച ഭരണാധികാരി ആര്? എ. സോദി തിരുനാൾ, ബി. ഗൗരി ലക്ഷ്മി ബായ്, സി. ഗൗരി പാർവതി ബായ്, ഡി. ധർമ്മരാജ. തിരുവിതാംകൂറിൽ അലോപ്പതി ചികിത്സാ സമ്പ്രദായം ആരംഭിച്ച ഭരണാധികാരി ആര്? ഉത്തരം ബി. ഗൗരി ലക്ഷ്മി ബായ്. വ്യവസായം ഉൾപ്പെടുന്നത് സമ്പദ് വ്യവസ്ഥയിലെ ഏതു മേഖലയിലാണ്? എ. സേവന മേഖല, ബി. പ്രാഥമിക മേഖല, ഡി. ദ്വിതീയ മേഖല, സി. തൃതീയ മേഖല. വ്യവസായം ഉൾപ്പെടുന്നത് സമ്പദ് വ്യവസ്ഥയിലെ ഏതു മേഖലയിലാണ്? ഉത്തരം സി. ദ്വിതീയ മേഖല. ഗവൺമെന്റിന്റെ സേവനങ്ങൾ ജനങ്ങളിലേക്ക് എത്തുന്നത് ആരിലൂടെയാണ്? എ. മന്ത്രിസഭ, ബി. പഞ്ചായത്ത്, സി. കോടതി, ഡി. ഉദ്യോഗസ്ഥ വൃന്ദം. ഗവൺമെന്റിന്റെ സേവനങ്ങൾ ജനങ്ങളിലേക്ക് എത്തുന്നത് ആരിലൂടെയാണ്? ഉത്തരം ഡി. ഉദ്യോഗസ്ഥ വൃന്ദം. അമേരിക്കൻ കോളനികൾ ഇംഗ്ലണ്ടിൽ നിന്ന് സ്വാതന്ത്ര്യം നേടുന്നതിന് കാരണമായ ഉടമ്പടി ഏത്? എ. പാരീസ് ഉടമ്പടി, ബി. മോസ്കോ ഉടമ്പടി, സി. വ്യവസായ ഉടമ്പടി, ഡി. ബോസ്റ്റൺ ഉടമ്പടി. അമേരിക്കൻ കോളനികൾ ഇംഗ്ലണ്ടിൽ നിന്ന് സ്വാതന്ത്ര്യം നേടുന്നതിനു കാരണമായ ഉടമ്പടി ഏത്? ഉത്തരം എ. പാരീസ് ഉടമ്പടി. പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കേണ്ടത് ആര്? എ. രാഷ്ട്രപതി, ബി. ലോക്സഭാ സ്പീക്കർ, സി. ഉപരാഷ്ട്രപതി, ഡി. രാജ്യസഭ ഉപാധ്യക്ഷൻ. പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കേണ്ടത് ആര്? ഉത്തരം ബി. ലോക്സഭാ സ്പീക്കർ. ഭഗത് സിംഗിന്റെ സ്മാരകമായ ഭഗത് സിംഗ് ചൗക്ക് സ്ഥിതി ചെയ്യുന്നത് എവിടെ? എ. ലാഹോർ, ബി. അമൃത്സർ, സി. റാവൽപിണ്ടി, ഡി. ഗുരുദാസ്പൂർ. ഭഗത് സിംഗിന്റെ സ്മാരകമായ ഭഗത് സിംഗ് ചൗക്ക് സ്ഥിതി ചെയ്യുന്നത് എവിടെ? ഉത്തരം എ. ലാഹോർ. പശ്ചിമതീര സമതലത്തിന്റെ മധ്യഭാഗം ഏതു പേരിൽ അറിയപ്പെടുന്നു? എ. മലബാർ തീരം, ബി. സിർക്കാർ തീരം, സി. കോറമാണ്ടൽ തീരം, ഡി. കൊങ്കൺ തീരം. പശ്ചിമതീര സമതലത്തിന്റെ മധ്യഭാഗം ഏതു പേരിൽ അറിയപ്പെടുന്നു? ഉത്തരം ഡി. കൊങ്കൺ തീരം. ഇന്ത്യയിൽ സാമ്പത്തിക ആസൂത്രണ സംവിധാനമായ നീതി ആയോഗ് നിലവിൽ വന്നത് എന്ന്? എ. 2015 ഏപ്രിൽ 1, ബി. 2015 ജനുവരി 1, സി. 2015 ജൂലൈ 1, ഡി. 2015 ഒക്ടോബർ 1. ഇന്ത്യയിൽ സാമ്പത്തിക ആസൂത്രണ സംവിധാനമായ നീതി ആയോഗ് നിലവിൽ വന്നതെന്ന്? ഉത്തരം ബി. 2015 ജനുവരി 1. നയൻകാര, അയ്യഗാർ എന്നീ ഭരണരീതികൾ പിന്തുടർന്നിരുന്ന സാമ്രാജ്യം ഏത്? എ. മറാത്ത സാമ്രാജ്യം, ബി. മുഗൾ സാമ്രാജ്യം, സി. വിജയനഗര സാമ്രാജ്യം, ഡി. ബാമിനി സാമ്രാജ്യം. നയൻകാര, അയ്യഗാർ എന്നീ ഭരണരീതികൾ പിന്തുടർന്നിരുന്ന സാമ്രാജ്യം ഏത്? ഉത്തരം സി. വിജയനഗര സാമ്രാജ്യം. ധരാതലീയ ഭൂപടങ്ങളിലെ നോർത്ത് ഗീസ് ഏതു ദിശയിൽ വരച്ചിരിക്കുന്ന രേഖകളാണ്? എ. കിഴക്ക് പടിഞ്ഞാറ്, ബി. തെക്ക് പടിഞ്ഞാറ്, സി. വടക്ക് കിഴക്ക്, ഡി. തെക്ക് കിഴക്ക്.
ധരാതലീയ ഭൂപടങ്ങളിലെ നോർത്തുഗീസ് ഏതു ദിശയിൽ വരച്ചിരിക്കുന്ന രേഖകളാണ്? ഉത്തരം ഡി. തെക്ക് കിഴക്ക്. മൂന്നാം പഞ്ചവത്സര പദ്ധതി കാലത്ത് തുടക്കം കുറിച്ച പ്രവർത്തനം. എ. ഹരിത വിപ്ലവം, ബി. ഗരീബി ഹഠാവോ, സി. വ്യവസായവൽക്കരണം, ഡി. പുത്തൻ സാമ്പത്തിക നയം. മൂന്നാം പഞ്ചവത്സര പദ്ധതി കാലത്ത് തുടക്കം കുറിച്ച പ്രവർത്തനം ഏത്? ഉത്തരം എ. ഹരിത വിപ്ലവം. ഇടുക്കി ഡാമിൻ്റെ പരമാവധി ജലസംഭരണ ശേഷി എത്ര അടിയാണ്? എ. 2034 അടി, ബി. 2430 അടി, സി. 2403 അടി, ഡി. 2340 അടി. ഇടുക്കി ഡാമിൻ്റെ പരമാവധി ജലസംഭരണ ശേഷി എത്ര അടിയാണ്? ഉത്തരം സി. 2403 അടി. ദേശീയ തലത്തിൽ അഴിമതി തടയുന്നതിനു വേണ്ടി രൂപീകരിക്കപ്പെട്ട സ്ഥാപനം ഏത്? എ. ഓംബുഡ്സ്മാൻ, ബി. വിജിലൻസ് കമ്മീഷൻ, സി. ലോകായുക്ത, ഡി. ലോക്പാൽ. ദേശീയ തലത്തിൽ അഴിമതി തടയുന്നതിനു വേണ്ടി രൂപീകരിക്കപ്പെട്ടിരിക്കുന്ന സ്ഥാപനം ഏത്? ഉത്തരം ഡി. ലോക്പാൽ. ഭൂമിയുടെ ഉൾഭാഗത്തുള്ള അകക്കാമ്പ് ഏത് അവസ്ഥയിലാണ് സ്ഥിതി ചെയ്യുന്നത്? എ. ഖരം, ബി. ദ്രാവകം, സി. വാതകം, ഡി. പ്ലാസ്മ. ഭൂമിയുടെ ഉൾഭാഗത്തുള്ള അകക്കാമ്പ് ഏത് അവസ്ഥയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം എ. ഖരം. പോസ്കോ നിയമം കേരളത്തിൽ നിലവിൽ വന്ന വർഷം ഏത്? എ. 2019, ബി. 2011, സി. 2012, ഡി. 2013. പോസ്കോ നിയമം കേരളത്തിൽ നിലവിൽ വന്ന വർഷം ഏത്? ഉത്തരം സി. 2012. പോസ്കോ നിയമം കേരളത്തിൽ നിലവിൽ വന്ന വർഷം 2012-ലാണ്. ഇന്ത്യയിൽ GST ബിൽ പാസാക്കിയ ആദ്യ സംസ്ഥാനം ഏത്? എ. ബീഹാർ, ബി. കേരളം, സി. ഒഡീഷ, ഡി. ആസാം. ഇന്ത്യയിൽ GST ബിൽ പാസാക്കിയ ആദ്യ സംസ്ഥാനം ഏത്? ഉത്തരം ഡി. ആസാം. ജാതി വ്യവസ്ഥക്കും തൊട്ടുകൂടായ്മക്കും എതിരെ പരാമർശമുള്ള ആദ്യ മലയാള കൃതി ഏത്? എ. ജാതി ലക്ഷണം, ബി. ജാതി കുമ്മി, സി. ഈശ്വര വിചാരം, ഡി. ജാതി മീമാംസ. ജാതി വ്യവസ്ഥക്കും തൊട്ടുകൂടായ്മക്കും എതിരെ പരാമർശമുള്ള ആദ്യ മലയാള കൃതി ഏത്? ഉത്തരം ബി. ജാതി കുമ്മി. 1921 നിലവിൽ വന്ന ഇംപീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ പേര് എന്ത്? എ. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, ബി. പഞ്ചാബ് നാഷണൽ ബാങ്ക്, സി. യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ, ഡി. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. 1921 നിലവിൽ വന്ന ഇംപീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ പേര് എന്ത്? ഉത്തരം എ. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. പേശീകോശത്തിൻ്റെ അടിസ്ഥാന സങ്കോച യൂണിറ്റുകളാണ് എ. ഫാസിക്കിൾ, ബി. മയോഫൈബ്രിൻ, സി. സർക്കോമിയർ, ഡി. ആക്റ്റിൻ. പേശീകോശത്തിൻ്റെ അടിസ്ഥാന സങ്കോച യൂണിറ്റുകളാണ് ഉത്തരം സി. സർക്കോമിയർ. യുവത്വ ഹോർമോൺ എന്നറിയപ്പെടുന്ന ഹോർമോൺ ഏത്? എ. കോർട്ടിസോൾ, ബി. തൈമോസിൻ, സി. ഇൻസുലിൻ, ഡി. വാസോപ്രസിൻ. യുവത്വ ഹോർമോൺ എന്നറിയപ്പെടുന്ന ഹോർമോൺ ഏത്? ഉത്തരം ബി. തൈമോസിൻ.
ഷഡ്പദങ്ങളുടെ വിസർജ്യ വസ്തു: എ യൂറിയ, ബി അമോണിയ, സി ജലം, ഡി യൂറിക് ആസിഡ്. ഷഡ്പദങ്ങളുടെ വിസർജ്യ വസ്തു. ഉത്തരം ഡി യൂറിക് ആസിഡ്.